നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. യൂറോപ്പിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം, അതും കേരള ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഏജൻസി ലഭ്യമാക്കിയിരിക്കുന്ന ഒരു നല്ല അവസരം ഞാൻ സൂചിപ്പിക്കാം. മിനിമം ഒരു +2 എങ്കിലും ക്വാളിഫിക്കേഷനുള്ള അല്ലെ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക്, അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണിത്. ഓർക്കുക, ഏതാണ്ട് 70ഓളം ജോബ് ഓപ്പണിങ്സ് ഇവിടെ ലഭ്യമാണ്. അതും ഏതാണ്ട് മികച്ച ശമ്പളം, പെർ അവർ 5 യൂറോ, അതായത് ഏകദേശം ഒരു 500-ലധികം രൂപ ഒരു മണിക്കൂറിൽ ലഭ്യമാകുന്ന. അപ്പോൾ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ദിവസം തന്നെ ഏതാണ്ട് 5000-ലധികം വരുമാനമുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നോക്കുക, ഈ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയായ ഒഡേപെക് ആണ്, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ്. അപ്പോൾ ഇവര് സ്ലോവാക്യയിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സ്ലോവാക്യ എന്ന് പറഞ്ഞാൽ നാം അറിയുന്നത് പോലെ യൂറോപ്പിലെ, പ്രത്യേകിച്ച് സെൻട്രൽ യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. ഈ പോളണ്ടും ഹംഗറിയും ഒക്കെ അതിലിടുന്ന ഒരു രാജ്യം. അങ്ങോട്ടേക്കാണ് ഈ ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണാൻ സാധിക്കും. 7 ഫെബ്രുവരി വരെ ആയിരിക്കും ഇതിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതിൻ്റെ സാലറി ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്, 920 യൂറോ. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 രൂപയ്ക്ക് അധികം വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1,00,000-ലധികം പ്രതിമാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒരു അവസരമാണ്. 70 വേക്കൻസികൾ ലഭ്യമാണ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. HSC ആൻഡ് എബവ് ആണ് ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത്. HSC എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലേ. അപ്പം മിനിമം +2 ഒക്കെ ഉള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ബോത്ത് മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. 70 വേക്കൻസികൾ. ഹൗസ് കീപ്പിങ്ങിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഹൗസ് കീപ്പർ ആയിട്ട് വർക്ക് ഇൻ ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ള ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ ആ ജോലിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഫുൾ ടൈം ജോബ് ആയിരിക്കും. 2 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും ആദ്യം നിങ്ങളെ കൊണ്ടുപോവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. 920 യൂറോ ആയിരിക്കും പ്രതിമാസ ശമ്പളം ഗ്രോസ് കിട്ടുക. അതിൽ തന്നെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവർലി ഏതാണ്ട് 5 യൂറോ എന്ന് പറയുമ്പോൾ 500 രൂപയ്ക്കധികം ഒരു അവറിൽ കിട്ടും. 10 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ദിവസം തന്നെ 5000 രൂപയിലധികം വരുമാനമുണ്ട്. പിന്നെ ബോണസ് ഫോർ വർക്ക് ഓൺ സാറ്റർഡേ, സൺഡേ, പബ്ലിക് ഹോളിഡേയ്സ്, അതിനൊക്കെ ബോണസ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അക്കോമഡേഷൻ ആൻഡ് മീൽസ്, അക്കോമഡേഷനും മീൽസും ലഭ്യമാവും വിത്ത് എ വാല്യൂ ഓഫ് യൂറോ 730. അതായത് ഏതാണ്ട് 75,000 രൂപ വാല്യൂ ഉള്ള അക്കോമഡേഷനും മീൽസും ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്ലീനിങ് ഉണ്ടാവും, ടൈഡിങ് ഉണ്ട്, അതേപോലെ ഡിസ്ഇൻഫെക്റ്റിംഗ്, നശീകരണം നടത്തുക. അപ്പോൾ അത് ബേസിക്കലി എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ടൽ റൂംസ് ആൻഡ് അതർ അസൈൻഡ് ഏരിയാസ്, ഇതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. ടേക്കിംഗ് കെയർ ഓഫ് അസൈൻഡ് റൂംസ് ഇൻക്ലൂഡിങ് ചേഞ്ചിങ് ബെഡ് ലിനൻ, ക്ലീനിങ് എക്സെട്ര. ബെഡ് ലിനൻ, അതായത് നമ്മളുടെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വൃത്തിയാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹോട്ടലുകളിൽ. ഇതായിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. +2കാർക്ക് അപേക്ഷിക്കാം. +2 എബവോ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഹൗസ് കീപ്പിംഗിൽ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ചെയ്തവരാണെങ്കിൽ നന്നായിരിക്കും, പ്രിഫേർഡ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, നിർബന്ധമില്ല. ഫ്രഷേഴ്സിനും ഒക്കെ അപേക്ഷിക്കാം. പ്രായം 35 വയസ്സിൽ താഴെയായിരിക്കും. ബാക്കി അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് ഇവിടെയൊക്കെ പോകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് അറിയണം, ബേസിക് ഇംഗ്ലീഷ് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടീം വർക്ക് സ്കിൽസ് അങ്ങനെയൊക്കെ വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ലോവാക്യയിലേക്ക് ലഭ്യമാക്കിയിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ഒഡേപെക് ഏജൻസി ലഭ്യമായിരിക്കുന്ന അവസരം. 7 ഫെബ്രുവരി വരെ അപേക്ഷിക്കാം. ഇത് ഇമെയിൽ അയച്ചു വേണം അപേക്ഷിക്കാനായിട്ട്. അത് അയക്കേണ്ട ലിങ്ക്, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ 7 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കുക.
അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. അവിടെ പോയിട്ട് ഒഡേപെക് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യൂറോപ്പ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് റെസ്യൂമെ ഫോർവേഡ് ചെയ്ത് അപേക്ഷിക്കുക. അപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് താല്പര്യപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ജോബ് ഓപ്പണിങ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.